Next section, unique Hahn-Banach extensions. അപ്പോൾ നമ്മൾ Hahn-Banach extension theorem പറഞ്ഞത് ഒരു നോർമൽ സ്പേസ് എക്സിൽ ഒരു സബ്സ്പേസിൽ ഡിഫൈൻ ചെയ്യപ്പെട്ട സബ്സ്പേസ് ഡിഫൈൻ ചെയ്യപ്പെട്ട കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷൻ അല്ല. That is, for G belongs to Y dash, there exists a continuous linear extension. So that extension means f restricted to Y is equal to G and norm preserving കൂടെയാണ്. Norm of is equal to norm G. Uniqueness പറഞ്ഞിരുന്നില്ല, പക്ഷെ uniqueness Y dense space of X ആവുമ്പോൾ Y closure is equal to X when G belongs to Y dash, that is G is a continuous function. G here is 6.2 അനുസരിച്ച് യൂണിഫോംലി കണ്ടിന്യൂസ് ആവുകയും അതുവഴി നമുക്ക് യുണീക്ക് ഹാൻഡ്-ബാനക് എക്സ്റ്റൻഷൻ കിട്ടുകയും ചെയ്യും. ഇവിടെ പക്ഷെ പറയുന്നത് ആ ഒരു ഡെൻസ് സ്പേസിന്റെ കേസുമല്ല, പകരം യുണീക്ക് ഹാൻഡ്-ബാനക് എക്സ്റ്റൻഷൻ ഉണ്ടാവും ഈ സ്പേസിന്റെ ഡ്യുവൽ സ്പേസിലെ എക്സിന്റെ ഡ്യുവൽ സ്പേസിലെ യൂണിറ്റ് ബാറിന്റെ ജോമെട്രി വെച്ചു. Okay, that is here it gives the Taylor-Foguel theorem. Taylor statement though, let X be a normal space for every subspace Y of X and every G belongs to Y dash, there is a unique Hahn-Banach extension of G to X if and only X dash is strictly convex. Dual of X is strictly convex means that is for any two distinct elements in X dash, that is f1 f2, I don't know, functional sum. For f1 not equal to f2 in X dash with the norm of 1 is equal to norm of 2 is equal to 1, we have norm f1 plus f2 is less than 2. X സ്ട്രിക്ട്ലി കോൺവെക്സ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു കേസ്, അതായത് എക്സിന്റെ ഡ്യുവൽ സ്ട്രിക്ട്ലി കോൺവെക്സ് ആണെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്പേസ് വൈക്ക് ജി ഉണ്ടാകും, കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷണൽ ഉണ്ടാകുന്നത് ഹാൻഡ്-ബാനക് എക്സ്റ്റൻഷൻ ഉണ്ടാവുമെന്ന് മാത്രമല്ല, ദാറ്റ് ഹാൻഡ്-ബാനക് എക്സ്റ്റൻഷൻ മസ്റ്റ് ബി യുണീക്ക്. ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നത് എക്സ് ഡാഷ് ഈസ് സ്ട്രിക്ട്ലി കോൺവെക്സ്. Want to show that there is a unique Hahn-Banach extension of G to X. Then consider Y as the space of X. G belongs to Y dash. And let unique Hahn-Banach extension ആണ് പറയുന്നത്. Hahn-Banach extension ഉണ്ടാവും എന്നുള്ളത് ഈ കേസിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് Hahn-Banach extension ചെയ്യാൻ അനുസരിച്ച് അറിയാം. യുണീക്ക് ആണോ എന്നുള്ളതാണ്. രണ്ടെണ്ണം എടുക്കുക, let f1 and f2 be Hahn-Banach extensions of G to X. Then എന്താണ് Hahn-Banach extension പ്രത്യേകത? എക്സ്റ്റൻഷനിലുപരി അത് എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ എന്തിങ്ങനെയാണ് സംഭവിക്കുന്നത്? f1 restricted to y യും f2 restricted to y യും അപ്പോൾ G ആണ്. ഇവിടെ Hahn-Banach extension ആകുമ്പോൾ norm of 1 norm G ആണ് and norm f2 norm G ആണ്. Hahn-Banach extension theorem മുകളിൽ എഴുതിയിട്ടുണ്ട്, നേരത്തെ കണ്ടിട്ടുള്ളതാണ്. f restricted to y is equal to G, f Hahn-Banach extension ആണെങ്കിൽ norm of is equal to norm G ആണ്. രണ്ടെണ്ണം Hahn-Banach extension നമ്മൾ എടുത്തു. We want to show that these two are equal. Okay, unique Hahn-Banach extension ആണ്. രണ്ടെണ്ണം distinct ആയിട്ട് ഉണ്ടാവില്ല. രണ്ട് കേസായിട്ട് നോക്കാം. നോൺ സീറോ കേസ് നമുക്ക് പ്രത്യേകം വേണം. If G
G is equal to 0. We will the G ki unique Hahn-Banach extension. G 0 map ആണെങ്കിൽ വളരെ clear ആയിട്ടുണ്ട്. Then norm G. അത് ഫങ്ഷണൽസിന്റെ നോം ആണ്. ഫങ്ഷണൽ 0 മാപ്പ് എന്നാ പറഞ്ഞു. നോം 0. എവിടെയായാലും നോം 0 0 ആണ്. Okay. Norm G 0 ആവും. And we have norm of 1 equal to norm G, norm of 2 is equal to norm G. Therefore, norm of 1 equal to 0 and norm f2 is equal to 0. Again, norm in the property അനുസരിച്ച് norm value 0 means അതിന്റെ inner element 0 ആണ്. That implies f1 equal to 0 and f2 equal to 0. That is f1 and f2 are same. അപ്പോൾ Hahn-Banach extension ആ കേസിൽ സെയിം ആയി. ഒരു പർട്ടിക്കുലർ കേസ് ആയിരുന്നു G is equal to 0. So assume G not equal to 0. ഇവിടെ നമുക്ക് G non zero ആകുമ്പോൾ നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും. G non zero means norm G is non zero. Norm G non zero ആണെങ്കിൽ norm G എന്ന് പറയുന്നത് 1 by norm G ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ G by norm G ഡിഫൈൻ ചെയ്താൽ 1 by norm G into G. ഇതിന്റെ നോം എന്തായിരിക്കും? നോം ഓഫ് ദിസ് ഈസ് 1. പുതിയൊരു ഫംഗ്ഷൻ G by norm G എടുത്താൽ അത് 1ലേക്ക് കിട്ടും. കൂടുതൽ ഫംഗ്ഷൻസിലേക്ക് നമ്മൾ പോകുന്നില്ല. ഫോർ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി ഇവിടെ തന്നെ നമുക്ക് നോം ഇങ്ങനെ അസ്യൂം ചെയ്ത് പോവുക. അപ്പോൾ ആ പുതിയ ഫംഗ്ഷൻ വേണമെന്ന് പറയാം, അവിടെ നിന്ന് എക്സ്റ്റൻഷൻ കിട്ടുന്ന രീതിയിൽ പറയാം. വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി അസ്യൂം ദാറ്റ് norm G is equal to 1. This is the assumption. Okay. Then പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. f1 equal to f2ലേക്കാണ് പോകുന്നത്. We have f1 and f2 are Hahn-Banach extensions. That is f1 restricted to y is equal to f2 restricted to y is equal to g. Norm of 1 is equal to g and norm of 2 is equal to norm of 1 is equal to norm g and norm of 2 is equal to norm g. Then here norm of 1 norm of 2 norm g ആണല്ലോ. Norm of 1 equal to norm of 2 norm g ആണ്. അതുകൊണ്ട് norm g here it is 1. Okay. Now consider f1 plus f2 by 2. Consider f1 plus f2 by 2. It is linear. You know that f1 f2 are in BLXK. And BLXK is a vector space, therefore f1 plus f2 by 2 is also in BLXK. That is, it is linear continuous. ഇത്രയും കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ബട്ട് അതിലുപരി and it is an extension of G2x. ഇതൊരു extension. It is an extension of G2x. F1 F2 Hahn-Banach extensions ആയിരുന്നു. ഇതൊരു എക്സ്റ്റൻഷൻ ആണ് G2x. അത് നമുക്കൊന്ന് നോക്കാം, എങ്ങനെയാണ് ഇത് എക്സ്റ്റൻഷൻ ആയത്. For that is f1 plus f2 by 2 restricted to y is equal to g return. That is, for every y belongs to y, f1 plus f2 by 2 of y is equal to g of y. Now for y belongs to y, f1 plus f2 by 2 of y g of y ആണ്. It is 1 by 2 into scale multiply mapping definition അനുസരിച്ച് 1 by 2 into f1 of y plus f2 of y. അത് ഫംഗ്ഷൻസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴുള്ള ഡെഫിനിഷൻ. And f1 and f2 are extensions of g. That is, we have f1 restricted to y and f2 restricted to y is equal to g. Therefore, f1 of y and f2 of y are g of y. It is 1 by 2 into g of y plus g of y. That is equal to 1 by 2 into 2 g of y
hence it is G of y. That means f1 plus f2 is an extension of G. Now it is linear and continuous linear extension of G. That is here f1 plus f2 by 2 is a continuous linear extension that is belongs to x dash, and f1 plus f2 by 2 restricted to y is equal to G. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന റിസൾട്ട്. f1 plus f2 by 2 ഉപയോഗിക്കും. അഗൈൻ ഇപ്പം ഇവിടുത്തെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചാൽ വേണ്ടത് f1ഉം f2ഉം സെയിം ആണെന്നാണ്. നമുക്കിവിടെ അസംഷൻ ഇതാണ്, എക്സ് ഡാഷ് ഈസ് സ്ട്രിക്ട്ലി കോൺവെക്സ്. അപ്പോൾ ഈ നോൺ സീറോയുടെ കേസിൽ നോം ജി 1 വന്നു, നോം ഓഫ് 1ഉം നോം ഓഫ് 2ഉം നോം ജിയുമായി ഈക്വൽ ആണ്. കാരണം f1ഉം f2ഉം ഹാൻഡ്-ബാനക് എക്സ്റ്റൻഷൻസ് ആണ്. അത് സെയിം ആണോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഈ f1 പ്ലസ് f2 ബൈ 2ലേക്ക് വന്നതോടുകൂടി നമുക്കിപ്പോൾ അവിടെ ഒരു എക്സ്റ്റൻഷൻ കിട്ടിയത് മാത്രമല്ല, ആക്ച്വലി f1 പ്ലസ് f2 ബൈ 2ഉം കൂടി ഒരു ഹാൻഡ്-ബാനക് എക്സ്റ്റൻഷൻ ആണ് നമുക്ക് കാണിക്കാൻ പറ്റും. ഒരു ഔട്ട്ലൈൻ ഞാൻ ഇനി പറയാം. That is f1 plus f2 by 2 restricted to y is equal to g എന്ന് വരെ കിട്ടി. If norm f1 plus f2 by 2 is equal to norm g also, then clearly f1 plus f2 by 2 is a Haan-Banach extension of g, and we have this norm g is equal to 1. This implies f1 plus f2, norm f1 plus f2 is equal to 2. നോം f1 plus f2 by 2 is equal to നോം g ആയാൽ നോം g 1 ആയതുകൊണ്ട് നോം f1 plus f2 by 2 1 ആവുകയും അപ്പോൾ നോം f1 plus f2 is equal to 2 കിട്ടുകയും. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? എക്സ് ഡാഷ് സ്ട്രിക്ട്ലി കോൺവെക്സ്. അപ്പം എക്സ് ഡാഷ് സ്ട്രിക്ട്ലി കോൺവെക്സ് ആയിട്ട് വന്നിട്ട് നോം f1ഉം നോം f2ഉം 1 നമുക്ക് ഇവിടെ നോം ജിയുടെ കേസിൽ കിട്ടിയിട്ടുണ്ട്. ജി നോൺ സീറോ എടുത്തപ്പോൾ 1 കിട്ടി. ഇപ്പൊ ഇതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ f1 നോട്ട് ഈക്വൽ ടു f2 ആയാൽ എന്ത് സംഭവിക്കും? f1 f2 എക്സ് ഡാഷിലെ എലമെന്റ്സ് ആണ്. ഇങ്ങനെ ആയാൽ f1 നോട്ട് ഈക്വൽ ടു f2 ഡിസ്റ്റിങ് എലമെന്റ്സ് കിട്ടി. നോം1 ഈക്വൽ നോം ഓഫ് 2 1 ആയി. നോം1 പ്ലസ് f2 is equal to 2 എന്ന് കിട്ടുമ്പോൾ എക്സ് ഡാഷിന് സ്ട്രിക്ട്ലി കോൺവെക്സ് കോൺട്രഡിക്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് f1 നോട്ട് ഈക്വൽ ടു f2 പിന്നെ പറയാൻ പറ്റില്ല, കാരണം ഇത് രണ്ടും സാറ്റിസ്ഫൈ കഴിഞ്ഞു. പിന്നെ f1 നോട്ട് ഈക്വൽ ടു f2 അല്ല, f1 ഈക്വൽ ടു f2 ആണ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ലക്ഷ്യം ഇതാണ്. നോം f1 പ്ലസ് f2 നോം ജി ആണോ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതോടുകൂടി നമുക്ക് ആ തരത്തിലുള്ള പ്രൂഫ് ക്ലോസ് ചെയ്യാൻ പറ്റും. ദെൻ നോം f1 പ്ലസ് f2 ബൈ 2 നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ f1 പ്ലസ് f2 ബൈ 2 ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽ ആണ്. നോം എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റർ നോം ആണ്, സുപ്രീം ഓഫ് ദ സെറ്റ്. f1 പ്ലസ് f2 ബൈ 2ന്റെ ഇമേജുകൾ ക്ലോസ് ടു ബാളിലെടുക്കുക, യൂണിറ്റ് ബാളിലെടുക്കുക. അപ്പോൾ ഇമേജ് എന്ന് പറയുന്നത് f1 പ്ലസ് f2 ബൈ 2ന്റെ ഇമേജ് എന്ന് പറയുന്നത് എവിടെയാണ്? അത് പ്യുവർലി സ്കെയിലർ ആണ്, സ്കെയിലാണ്. അപ്പോൾ അതുകൊണ്ട് മോഡുലസ് മതിയാവും. അവിടുത്തെ നോം മോഡുലസ് ആണ്. such that x belongs to x with norm x less than or equal to. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഓപ്പറേറ്റർ നോം ആലോചിക്കുക. നോം ഓഫ് is equal to supreme of the set norm f of x such that x belongs to x with norm x less than or equal to 1. അതിന്റെ പേരാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ജിയുമായി കണക്ട് ചെയ്യുമ്പോൾ ജി വൈയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷൻ വൈയിലേക്ക് മാറ്റാൻ ശ്രമിച്ചാൽ മുകളിൽ പറഞ്ഞ സുപ്രീം എടുത്തിരിക്കുന്ന കളക്ഷൻ ഇപ്പോൾ ഈ പറയുന്ന വൈയിൽ മാത്രമായിട്ട് ഇത് ചുരുക്കുന്നു കിട്ടുന്ന കളക്ഷനും തമ്മിലുള്ള ബന്ധം എന്താണ്? തീർച്ചയായിട്ടും മുകളിൽ കാണിച്ചിരിക്കുന്ന കളക്ഷൻ ഇതിനേക്കാൾ വലിയ കളക്ഷൻ സൂപ്പർ സെറ്റ് ആണെന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ കളക്ഷൻ കുറയുമ്പോൾ എന്താണ് സാധ്യത? അതിന് ചെറുതാകാൻ, സുപ്രീം ഗ്രേറ്റർ ആൻഡ് ഈക്വൽ ടു സുപ്രീം ഓഫ്. ആൻഡ് we have f1 plus f2 by 2 of y. For y belongs to y, it is g of y, because f1 plus f2 by 2 restricted to y is g. Therefore it is ഇതിന് പകരമായിട്ട് തന്നെ നമുക്കിവിടെ supreme of the set modulus g of y such that y belongs to y with norm y less than or equal to 1 എന്ന് എഴുതാം.
and it is equal to norm. That is, now we got the result norm G is less than or equal to norm G is less than or equal to norm f1 plus f2 by 2. The result equal to നമുക്ക് തെളിയിക്കണം. അപ്പോൾ തിരിച്ചു പറ്റുമെന്നുള്ള റിവേഴ്സ്. ഓക്കെ, അത് ഇത്ര എഴുതേണ്ട ആവശ്യമില്ല. norm f1 plus f2 by 2. f1 f2 extensions of G ആയതുകൊണ്ട് ഇവിടെ നോമിന്റെ ട്രയാങ്കിൾ ഇക്വാളിറ്റി കൂടെ ആലോചിച്ചാൽ കിട്ടും. അപ്പോൾ ഹാഫിങ് എടുക്കാം, and it is less than or equal to norm f1 plus norm of 2. Okay, and norm of 1 equal to norm f2 is equal to G. Hahn-Banach extensions ആയിരുന്നല്ലോ. 1 by 2 into norm G plus norm G. Totally it is norm G. It is now norm f1 plus f2 by 2 less than or equal to norm G. നേരെ റിവേഴ്സ് ഓർഡർ ആണ് നമുക്ക് കിട്ടുന്നത്. Therefore norm f1 plus f2 by 2 is equal to norm G, and we have norm G is equal to 1. Therefore norm f1 plus f2 is equal to 2. That is, now we have norm of 1 equal to norm of 2 is equal to 1, and norm f1 plus f2 is equal to 2. f1 f2 എടുത്തെയാണ്. f1 and f2 belongs to x dash, and x dash is strictly convex. So the x dash strictly convex. Strictly convex norm of 1 equal to norm of 2 is equal to 1, and norm of 1 plus f2 is equal to 2 for two distinct elements കിട്ടിയാൽ strictly convex കോൺട്രഡിക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇനിയും ബാക്കിയുള്ള അറിയാനുള്ളത് f1 f2നെ കുറിച്ച് അത് ഡിസ്റ്റിങ്ക്റ്റ് ആണോ അല്ലയോ എന്നാണ്. x dash strictly convex ആയതിനാൽ f1 ഡിസ്റ്റിങ്ക്റ്റ് ആകാൻ പാടില്ല. x dash is strictly convex, f1 equal to f2. അപ്പോൾ എക്സ്റ്റൻഷൻ യൂണിക് ആയി. അപ്പോൾ G is equal to 0യുടെ കേസ് പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലായി. G നോൺ സീറോ എടുത്ത് തന്നെ 1 by norm G കൊണ്ടുവന്നിട്ട് പുതിയൊരു ഫംഗ്ഷണൽ norm G is equal to 1 വരുന്നത്. ഇത് വേറൊരു പേര് വിളിച്ചില്ലെന്നേ ഉള്ളൂ, ആ ജിക്ക് തന്നെ പോയി. ആ norm G 1 എന്ന് എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ 1ലേക്ക് വരാനും f1 is equal to f2 കിട്ടാനും സാധ്യമായത് മനസ്സിലാക്കുക. അപ്പോൾ ഈ കേസിൽ യൂണിക് ഹാൻ-ബാനാക്ക് എക്സ്റ്റൻഷൻ x dash strictly convex ആണെങ്കിൽ യൂണിക് ഹാൻ-ബാനാക്ക് എക്സ്റ്റൻഷൻ ആയിരിക്കും കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. കോൺവേഴ്സ് എന്താ ചെയ്യേണ്ടത്? ഹാൻ-ബാനാക്ക് എക്സ്റ്റൻഷൻ യൂണിക് ആണെങ്കിൽ x dash strictly convex. അതൊരു കോൺട്രാപോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് രീതി വഴി തെളിയിക്കുക. അതുകൊണ്ട് കോൺവേഴ്സ് ഇങ്ങനെ അസ്യൂം ചെയ്യുക. വീണ്ടും കോൺവെക്സിൽ തന്നെ x dash is not strictly convex. പ്രൂഫിന്റെ വഴി നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ we can show that Hahn-Banach extension is not unique. Then the result is a negative statement. Then Hahn-Banach extension is unique implies x dash is strictly convex. അതുകൊണ്ട് ഇങ്ങനെ അസ്യൂം ചെയ്തു x dash is not strictly convex. Strictly convex അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? Distinct elements strictly convex in the property contradict ചെയ്യുന്ന രീതിയിൽ വരും. That is, there are f1 not equal to f2 in x dash such that norm of 1 is equal to 1 is equal to norm of 2, and norm f1 plus f2 is equal to 2. ഇങ്ങനെ f1 f2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഉണ്ടാവും. ഇവിടെ നിന്നുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഹാൻ-ബാനാക്ക് എക്സ്റ്റൻഷൻ യൂണിക് ആണ്. അതായത് ഈ f1 f2 ഈ കേസിൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷനാണ് സബ്സ്പേസ് വൈയുടെ സബ്സ്പേസ് ഫോം ചെയ്യേണ്ടി വരും. അവിടെ നിന്നുകൊണ്ട് ഒരു G നമ്മൾ ഡിഫൈൻ ചെയ്താൽ y എന്ന് പറയുന്ന ഒരു സബ്സ്പേസിൽ നിന്നുകൊണ്ട് G ഡിഫൈൻ ചെയ്യുമ്പോൾ
Here we can make a subspace y of x, and we can take a g belongs to y dash such that these f1 and f2 are extensions, Hahn-Banach extensions. So that is such that f1 restricted to y is equal to f2 restricted to y is equal to g, and norm of 1 equal to norm of 2 is equal to norm g. Then this f1, these f1 and f2 become Hahn-Banach extensions of g, and since f1 not equal to f2, this become distinct Hahn-Banach extensions. Okay. Then proof over out. അപ്പോൾ ഇവിടെ ഇങ്ങനെ y സബ്സ്പേസ് ഫോം ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. Now ഈ ഒരു അസംഷൻ വേണ്ടി വരിക, norm of 1 is equal to 1 is equal to norm of 2, and norm of 1 plus f2 is equal to norm of 1 plus f2 is equal to 2 ആകുന്ന two distinct continuous linear functionals ഉണ്ട്. അങ്ങനെയാവുമ്പോൾ what is norm of 1 plus f2? By the definition of the operator norm, norm of 1 plus f2 is equal to supremum of the set എന്ന് ആലോചിക്കാം. Supremum of the set modulus f1 plus f2 of x such that x belongs to x with norm x less than or equal to 1. Okay. ഇവിടെ ഇങ്ങനെ ഒരു collection ഉണ്ടല്ലോ. Therefore we can take a sequence from this class, sequence xn with the norm xn is equal to 1, and supremum of modulus f1 plus f2 of xn is equal to 2. That is, the sequence f1 plus f2 of xn tends to 2. Modulus f1 plus f2 of xn tends to 2. Therefore, we take a sequence, be a sequence in x such that norm xn is equal to 1 for each n, and modulus of f1 plus f2 of xn tends to 2. That is, what is modulus of f1 plus f2 of xn? F1 of xn plus f2 of xn. It is modulus f1 of xn plus f2 of xn tends to 2. Okay, get a sequence exists. Then, by the parallelogram law for elements of A, modulus of f1 of xn plus f2 of xn square plus modulus of f1 of xn minus f2 of xn square is, where f1 of xn and f2 of xn are elements in K. Therefore, by parallelogram law, it is equal to 2 into modulus f1 of xn square plus 2 into modulus f2 of xn square. Let it be 1. Hence, since norm of 1 is equal to 1 is equal to norm of 2, പറഞ്ഞല്ലോ. ആയിരുന്നല്ലോ നമ്മൾ f1 f2 എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ what about modulus f1 of xn and modulus f2 of xn? Therefore, we see that modulus f1 of xn is norm of 1 is equal to 1, and norm xn 1 ആയതുകൊണ്ട് norm of 1 വീണ്ടും അറിയാലോ, norm of 1 is supremum of the set modulus f1 of x such that x belongs to x with norm x less than. അപ്പം ഈ സീക്വൻസ് എക്സിനെ കുറിച്ച് എന്താ പറഞ്ഞത്? സീക്വൻസ് എക്സിന്റെ നോം 1 ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ്. ഓക്കെ, ഇതിനകത്ത് വരുന്നതാണ്. അപ്പം മോഡുലസ് f1 of x എന്ന് പറഞ്ഞാൽ അത് മാക്സിമം 1 വരെ വരും. നോം f1 1 ആയതുകൊണ്ട് നോം f1 is 1. അപ്പോൾ മോഡുലസ് f1 of xn is less than or equal to 1. And similarly, modulus f2 of xn is less than or equal to 1. സ്റ്റെപ്പ് നോക്കൂ. ഹെൻസ് ഈ 1ലേക്ക് പോയാൽ ഇത് മാക്സിമം 1, 2 plus 2, that is 4.
4 1 implies right side left side modulus f1 of xn plus f2 of xn square plus modulus f1 of xn minus f2 of xn square, and it is less than or equal to 2 into 1 square plus 2 into 1 square. Therefore 2 plus 2, that is 4, less than or equal to 4. Okay. And we have modulus f1 of xn plus f2 of xn is 2. For modulus f1 of xn plus f2 of xn square tends to 4. This tends to, since modulus f1 of xn plus f2 of xn tends to 2, this tends to 4. Therefore, modulus f1 of xn minus f2 of xn square tends to 4 minus 4. That is, this tends to 0. That is modulus f1 of xn minus f2 of xn tends to 0. 4 like 4. Modulus f1 of xn minus f2 of xn square tends to 0. That is modulus f1 of xn minus f2 of xn tends to 0. Now we have modulus f1 of xn less than or equal to 1, maximum 1 വരെ വരുന്നുള്ളൂ, and modulus f2 of xn less than or equal to 1, and modulus f1 of xn minus f2 of xn tends to 0. Therefore, ഇത് മൂന്നൂടെ കണക്കാക്കുക, and modulus f1 of xn minus f2 of xn tends to 0. Therefore, modulus f1 of xn tends to 1 and modulus f2 of xn tends to 1. നേരത്തെ പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആലോചിക്കുക. y എന്ന് പറയുന്ന ഒരു സബ്സ്പേസ് ക്രിയേറ്റ് ചെയ്യാം. അവിടെ ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷൻ ഉണ്ടാവും. ആ കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷന്റെ പ്രത്യേകത f1 and f2 are Hahn-Banach extensions of G ആവും. നമ്മൾ f1 f2 എടുത്ത് വെച്ചിരിക്കുന്നതാണ് Hahn-Banach extensions of G ആവും. അപ്പൊ ഇങ്ങനെ Hahn-Banach extensions of G ആയാൽ f1 f2 ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് Hahn-Banach extensions വരും, പ്രൂഫ് ഓവർ ആവും. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന x dash is not strictly convex ആണ്. അപ്പൊ അതിലേക്ക് നമ്മൾ വന്നു. ഇവിടെ നമ്മൾ സബ്സ്പേസിന് വേണ്ടിയുള്ള കളക്ഷൻ എടുക്കുകയാണ്. Let y is equal to set of all x belongs to x such that f1 of x is equal to f2 of x. That is, using these linear functionals നമ്മൾ ഈ സബ്സ്പേസ് ഫോം ചെയ്തു. Set of all x belongs to x such that f1 of x is equal to f2 of x. ഇതൊരു സബ്സ്പേസ് ആണെന്ന് തെളിയിക്കാൻ പ്രയാസമൊന്നുമില്ല, രീതിക്ക് നോക്കിക്കൊള്ളുക. And define g belongs to y dash. ഒരു കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യുന്നത്? ഈ രീതിയിൽ തന്നെ f1 y-യിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, f2 y-യിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, അത് സെയിം ആയിട്ട് വരുന്ന കാരണം f1 of x is equal to f2 of x എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ y-യിൽ വരുന്ന ഓരോ y-ക്കും for y belongs to y ഡെഫിനിഷൻ അനുസരിച്ച് തന്നെ f1 of y is equal to f2 of y ആണ്. ഓക്കെ, അപ്പൊ g എന്ത് ചെയ്യുക, ഈ f1 f2 y എങ്ങനെയാണോ മാപ്പ് ചെയ്യിപ്പിച്ച് അതിലേക്കുള്ള ഫംഗ്ഷൻ. അപ്പം g is defined by f1 restricted to y or f2 restricted to y, that is g. ഓക്കെ, അപ്പോൾ കുറച്ചേറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നേരിട്ട് തന്നെ കിട്ടി. y സബ്സ്പേസ് and g ഡിഫൈൻ ചെയ്ത് തന്നെ, y ഡിഫൈൻ ചെയ്ത് തന്നെ f1 of x is equal to f2 of x വരുന്ന വാല്യൂസ് ആണ്. ഈ y-യിലെ ഓരോ വാല്യൂവിനും f1 of y ഉം f2 of y സെയിം ആണെന്ന് മനസ്സിലാവും. ഡെഫിനിഷൻ അനുസരിച്ച് തന്നെ
ആ F1 F2 മാപ്പ് ചെയ്ത ആ വൈകൾ അത് ജി അതുപോലെ മാപ്പ് ചെയ്യും. അപ്പോൾ അതിനർത്ഥം ജി ഇവിടെ നിന്ന് മാത്രം ഡിഫൈൻ ചെയ്തു, വൈയിൽ നിന്ന് മാത്രം. F1 F2 ഹോൾ എക്സിൽ നിന്നും ഡിഫൈൻ ചെയ്തു. F1 restricted to y is equal to F2 restricted to y is equal to g ഡയറക്ട്ലി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഷോ ചെയ്യാനുള്ളത് F1 F2 ഹാൻഡ്-ബാനക് എക്സ്റ്റൻഷൻസ് എന്നുള്ളതിന് ഇത് മാത്രമേ ഉള്ളൂ. നോം F1 ഈക്വൽ ടു നോം F2 is equal to നോം G. Norm F1 equal to norm F2 is equal to norm G in the region Madhya. We have norm F1 equal to norm F2 is equal to 1. Therefore, to show norm F1 equal to norm G is equal to norm 2, it is enough to show norm G is equal to 1. Okay. For this first norm G, it is, we know that it is restriction F1 or F2 എടുക്കാം. Norm F1 restricted to y and F1 restricted to y എന്ന് പറയുമ്പം സുപ്രീം എടുക്കുന്ന ഒരു ക്ലാസ് നമുക്കറിയാം. അത് F1ന്റെ സുപ്രീം എടുക്കുന്ന ക്ലാസ്സിനേക്കാൾ ചെറുതാണ് ഇതിന്റെ സുപ്രീം എടുക്കുന്നത്, കാരണം ഇത് വൈയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ F1ന്റെ ആ ഓപ്പറേറ്റർ നോം ആയിരിക്കും വലുതെന്നറിയാം. ആൻഡ് ഇത് 1 ആണ്. Therefore F1 ഓ F2 എടുത്ത് ജിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നോം ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് ഡയറക്റ്റ് പെട്ടെന്ന് കിട്ടും. പക്ഷേ നോം ജി 1 അറ്റൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സുപ്രീമം 1ലേക്ക് എത്തുന്നു എന്ന് കാണിക്കണമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. നോം ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മീൻസ് ദറ്റ് ഈസ് നോം ജി നമുക്കറിയാം സുപ്രീമം ഓഫ് ദ സെറ്റ് മോഡുലസ് ജി ഓഫ് വൈ such that y belongs to y with the norm y less than or equal to 1. Actually ഇത് less than or equal to 1 ആണെന്ന് പറഞ്ഞാൽ ഇതിലെ ഏതെങ്കിലും ഒരു norm y equal to 1ല് y g of y ഡിഫൈൻ ചെയ്യുമ്പോൾ 1 എത്തിയാൽ then norm g is equal to 1 എന്ന് പറയാം. അങ്ങനെ ഒരു എലമെന്റ് ഉണ്ടോ? അങ്ങനെ ഒരു എലമെന്റ് ഇവിടെ y ക്രിയേറ്റ് ചെയ്ത് g of y 1 ആക്കാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ റിവേഴ്സ് ഇൻഇക്വാളിറ്റി പ്രൂവ് ചെയ്യണം. Consider A belongs to X such that F1 of A not equal to F2 of A. In element എടുക്കാം. F1 F2 സെയിം ആവുന്ന എവിടെയാണ്? വൈയിലാണ്. പ്രത്യേക കളക്ഷൻ എടുത്താണ്. അല്ലാത്തൊരു എലമെന്റ് എടുക്കുക. F1 of A not equal to F2. അതല്ല, അങ്ങനെ എലമെന്റ് കിട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്താ F1 F2 സെയിം ആയി വരും. അപ്പോൾ F1 not equal to F2 നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് F1 not equal to F2 എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സ്ട്രിക്ട്ലി കോൺവെക്സ് അല്ലാത്ത സ്പേസിൽ നിന്നുകൊണ്ട് F1 F2 നമ്മൾ ഡിഫൈൻ ചെയ്ത് വന്നതാണ്. F1 not equal to F2. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ഏരിയക്കെങ്കിലും F1 of A not equal to F2 of A ആവും. For n is equal to 1, 2, etc. ഒരു സീക്വൻസ് ഫോം ചെയ്യുന്നു. To be Zn, that is xn minus F1 of xn minus F2 of xn. F1 of A minus F2 of A 0 അല്ലല്ലോ, divided by F1 of A minus F2 of A. ഇങ്ങനെ ചെയ്യാം. Into A. Consider this sequence Zn. Then നമുക്കിവിടെ ഈ Zn y യിൽ കാണിക്കാം. അപ്പോൾ ഈ Zn എങ്ങനെ y യിൽ വരും? y യിൽ വരണമെന്നുണ്ടെങ്കിൽ F1 ഉം F2 ഉം ഒരേപോലെ തന്നെ മാപ്പ് ചെയ്യണം. Then F1 of Zn is equal to F2 of Zn ആണോ? What is F1 of Zn? F1 of Zn is F1 of xn minus this whole, but F1 is linear, F1 in x dash. Therefore, it is F1 of xn minus, it is a scalar. ഈ കാണുന്നത് F1 of xn minus F2 of xn by F1 of A minus F2 of A is in k. Therefore, k into F1 of A. That is, k is F1 of xn minus F2 of xn divided by F1 of A minus F2 of A
into f1 of a. And simplification ശ്രമിക്കുക. f1 of a minus f2 of a. And f1 of a into f1 of xn. അതുപോലെ മൈനസ് f1 of xn into f1 of a. ക്യാൻസൽ ആയി. പിന്നെ ഇവിടെ ഉള്ളത് പ്ലസ് f2 of xn into f1 of a. ഇവിടെ മൈനസ് കണ്ടുപിടിക്കും f1 of xn into f2 of a. അപ്പോൾ രണ്ട് ടേം ക്യാൻസൽ ആയിട്ട് റിമെയിൻ ചെയ്യുന്നത് f2 of xn into f1 of a minus f1 of xn into f2 of a divided by f1 of a minus f2 of a. And about f2 of z. ഇതേപോലെ ചെയ്ത് നോക്കുക. Then ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ is f2 of xn minus is scalar f1 of xn minus f2 of xn divided by f1 of a minus f2 of a into f2 of a. Cancellation എന്നൊക്കെ വരുന്ന ആലോചിക്കുക. f1 of a into f2 of xn അതിരിക്കും. ഇവിടെ ഒരു മൈനസ് f2 of a f1 of xn അതിരിക്കും. ഇവിടെ പ്ലസ് f2 of xn f2 of a യും മൈനസ് f2 of xn f2 of a ഇവിടുത്തെ രണ്ടാമത്തെയും ഗുണിക്കുമ്പോഴും ഇവിടുത്തെ രണ്ടാമത്തെയും ഗുണിക്കുമ്പോൾ then it remains f2 of xn into f1 of a minus f1 of xn into f2 of a divided by f1 of a minus f2 of a. Same as this. Therefore, f1 of zn is equal to f2 of zn. അപ്പോൾ ഈ സീക്വൻസിലെ മുഴുവൻ ടേംസും വൈയിലെയാണ്. വൈയുടെ കൺസ്ട്രക്ഷൻ ഫോർ ഈച്ച്. ഇനി നമ്മളിവിടെ ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെച്ച 1 എന്ന നമ്പറൊക്കെ എഴുതിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്നു. അവിടെ മോഡുലസ് ഓഫ് f1 of xn minus f2 of xn tends to 0 ആയിരുന്നു എന്ന് പറഞ്ഞാൽ f1 of xn minus f2 of xn tends to 0 ആണ്. ഇത് നമുക്കറിയാം. Now norm xn minus zn. norm xn 1 ആവുന്ന ഒരു xn നമ്മൾ എടുത്തു വെച്ചിരുന്നു. What is this? It is norm zn is equal to xn minus f1 of xn minus f2 of xn divided by f1 of a minus f2 of a into a. That. What is zn minus xn or xn minus zn? Or norm ആണ്. Then it is norm of f1 of xn minus f2 of xn divided by f1 of a minus f2 of a into a. Then normiന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് സ്കെയിലർ മാറ്റുക. മോഡുലസ് ഓഫ് this f1 of xn minus f2 of xn by modulus f1 of a minus f2 of a modulus f1 of xn minus f2 of xn divided by modulus of f1 of a minus f2 of a into this norm a. Okay. And we have f1 of xn minus f2 of xn or modulus f1 of xn minus f2 of xn tends to 0. Therefore, this tends to 0. Thus, we have a break here. Norm xn minus zn break here. Norm xn minus norm zn is less than or equal to norm xn minus zn. This tends to 0. This implies that norm xn minus norm zn tends to 0. Then norm xn minus norm zn tends to 0 as n tends to infinity. Since norm xn is equal to 1,
for each n. ഇങ്ങനെയാണല്ലോ നമ്മൾ ആ സീക്വൻസ് എക്സൻ എടുത്തിരിക്കുന്നത്. For each n, hence norm z n എന്ന് സംഭവിക്കും. Norm xn minus norm zn tends to 0 and norm xn is equal to 1 for each n. Therefore, norm zn tends to 1 as n tends to infinity. Okay, ഇതാണ് zn നെ കുറിച്ച് നമുക്ക് ഇത്രയും കിട്ടിയിരിക്കുന്നത്. Also, modulus f1 of zn minus f1 of x. അതുകൂടെ നോക്കാം. Modulus f1 of zn minus f1 of xn. What is it? What is f1 of zn? f1 of zn നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നേരത്തെ, ആവശ്യമുണ്ടായിരുന്നു. And what is f1 of zn minus f1 of xn? That is minus f1 of xn minus f2 of xn by f1 of a minus f2 of a into f1 of. Then we take it modulus f1 of zn minus f1 of xn. ഈ മൈനസ് കളഞ്ഞെടുക്കുക. Then it is equal to modulus f1 of xn minus f2 of xn divided by modulus of f1 of a minus f2 of a into modulus f1 of a. And this modulus f1 of xn minus f2 of xn tends to 0. Therefore, this also tends to 0 as n tends to infinity. Hence, as modulus f1 of zn, hence as modulus f1 of xn tends to 1. What happened? It is tends to 0. Therefore, modulus f1 of zn minus modulus of f1 of xn is less than or equal to, we know this, modulus f1 of zn minus f1 of xn, and this tends to 0 as n tends to infinity. Therefore, as modulus f1 of xn tends to 1, xn ആണ്, modulus f1 of xn tends to 1, then we get modulus f1 of zn tends to 1 as n tends to infinity. Okay. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പുതിയ സീക്വൻസ് കിട്ടി. ഫോർ ഓൾ ലാർജ് എൻ, ലാർജ് എന്നിലാണ് ഈ കൺവേർജൻസ് ഒക്കെ കിട്ടുന്നത്. അപ്പം ലാർജ് എന്നിന് ഇസഡ് എന്നുകൾ എടുത്തുകൊണ്ട് വരിക ലാസ്റ്റ് ടെൻസ് ടു ഇൻഫിനിറ്റിയിൽ അറ്റ് വൈ എൻ ഇസ് ഈക്വൽ ടു, എന്നിട്ട് അവിടെ ഇസഡ് എൻ ബൈ നോം ഇസഡ് എൻ എടുക്കുക. അപ്പം വൈ എൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആദ്യത്തെ ടേംസിനൊന്നുമല്ല, ലാർജ് എൻ, നോം ഇസഡ് എൻ ബൈ നോം ഇസഡ് എൻ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇസഡ് എന്നിനെ കുറിച്ച് നമ്മൾ ആദ്യം പറഞ്ഞത് f1 of zn ഉം f2 of zn ഉം സെയിം ആണ്. സിൻസ് f1 of zn is equal to f2 of zn, hence ഇവിടെ നോക്കുക f1 of zn, അതുകൊണ്ട് f1 of yn എന്ത് വരും? It is 1 by norm zn into f1 of zn, and f2 of yn is 1 by norm zn into f2 of zn, and f1 of zn is equal to f2 of zn. Therefore, f1 of yn is equal to f2 of yn. And thus, for large n, this yn belongs to y. Also, so there is a norm yn 1 ആണ്. അതുപോലെ അപ്പോൾ മോഡുലസ് ഓഫ് ജി ഓഫ് വൈ എൻ, മോഡുലസ് ഓഫ് ജി ഓഫ് വൈ എൻ ഈക്വൽ ടു, അപ്പോൾ ഈ വൈ എന്നിൽ ഇപ്പോൾ നോം വൈ എൻ 1 നമ്മൾ നേരത്തെ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഈ നോം ജി എന്ന് പറയുന്നത് ഇവിടെ ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു 1, നോം വൈ ഇസ് ഈക്വൽ ടു 1 വന്നിട്ട് ജി ഓഫ് വൈ 1 വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ നോം ജി 1 അറ്റൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ വൈ എൻ ആണ് ആക്ട്, നോം വൈ എൻ 1 ആയി, ഞാൻ ഈ വൈ എൻ എടുത്തുകൊണ്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇസഡൻ വഴി വൈ എൻ കിട്ടി. ഫോർ ലാർജ് എൻ നോം വൈ എൻ 1 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സുപ്രീം എടുക്കുന്ന ആ ക്ലാസ്സിൽ നോം വൈ ഇസ് ഈക്വൽ ടു 1 നോം വൈ എൻ ഇസ് ഈക്വൽ ടു 1 വരും. ദെൻ വാട്ട് അബൌട്ട് മോഡുലസ് ജി ഓഫ് വൈ എൻ, ദാറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ജി റിസ്ട്രിക്ഷൻ ആണ്, അല്ലെങ്കിൽ f1 അല്ലെങ്കിൽ f2 ജിയുടെ എക്സ്റ്റൻഷൻസ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് ജി ഓഫ് വൈ എൻ ഇസ് ഈക്വൽ ടു, വൈ എൻ ബിലോങ്സ് ടു വൈ ആണല്ലോ,
G of yn is equal to modulus f1 of yn, and yn is Zn by norm Zn. Again, this f1 is linear, therefore it is 1 by norm Zn into modulus f1 of Zn. Okay, and we have f1 of Zn tends to 1 as n tends to infinity. f1 of Zn tends to 1 as n tends to infinity. And for large n, yn define ചെയ്തത് Zn by norm Zn ആണ്. അപ്പോൾ as n tends to infinity, norm Zn tends to 1. yn define ചെയ്ത് നോക്കണ്ടല്ലോ. As n tends to infinity, modulus f1 of Zn tends to 1, and norm Zn is equal to, and we have as n tends to infinity, modulus f1 of Zn tends to 1 and norm Zn tends to 1. Therefore, this tends to 1 as n tends to infinity. Okay. Therefore, modulus g of I n 1 ലേക്ക് പോകുന്നുണ്ട്. അപ്പം norm g is supremum of the set modulus g of yn such that yn വേണ്ട, g of y such that y belongs to y with norm y less than or equal to 1 വന്നെടുത്ത് നമുക്ക് norm yn 1 വന്നിട്ട് modulus g of yn tends to 1 വരുന്നത് കൊണ്ട് we can say that norm g 1 എത്തും. norm g is equal to 1. Supremum is 1. Now ഇപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? കൺക്ലൂഡ് ചെയ്താൽ g എന്ന് പറയുന്നത് f1 restricted to y, 2 restricted to y, and norm of 1 norm of 2 1 ആയിരുന്നല്ലോ. അപ്പോൾ ഇപ്പം norm g യും കൂടെ 1 ആയതുകൊണ്ട് norm of 2 is equal to norm of 1 equal to norm of 2 is equal to norm g ആയി. നമ്മൾ f1 f2 എങ്ങനെ എടുത്തിരിക്കുന്നത്? x dash strictly convex അല്ലാത്തതുകൊണ്ട് കൂട്ടി f1 f2 ആണിത്. what f1 not equal to f2. അപ്പോൾ എന്ത് സംഭവിച്ചു? f1 f2 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഹാൻ-ബാനാക്ക് എക്സ്റ്റൻഷൻസ് വന്നു. ഓക്കെ, അപ്പോൾ x dash not strictly convex implies f1 and f2 are two distinct ഹാൻ-ബാനാക്ക് extensions of g to x. Two distinct Hahn-Banach extensions of g to x. Hahn-Banach extensions of g to x. Therefore, if f1 and f2 are unique, that is, there exists no distinct Hahn-Banach extensions of g to x, then x dash is strictly convex. Now the proof is